നമസ്കാരം. കേരളത്തെ ആകെ സ്തബ്ധമാക്കിയ വാർത്തയാണ് ആലപ്പുഴ ഹരിപ്പാട് കരുവാറ്റയിൽ നിന്നും പുറത്തുവരുന്നത്. വാടക വീട്ടിൽ താമസിക്കുന്ന 65 വയസ്സുകാരനായ ശിവൻകുട്ടി ചെട്ടിയാറിന്റെ കൊലപാതകം ഒരു സാധാരണ കവർച്ചാ കേസല്ല. സ്വന്തം ചോരയിൽ പിറന്ന 8ാം ക്ലാസ്സുകാരിയായ പേരക്കുട്ടി നൽകിയ ക്വട്ടേഷനാണ് ഈ ക്രൂരമായ കൊലപാതകം. കേൾക്കുന്നവരെ പോലും ഭയപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കൊല്ലപ്പെട്ട ശിവൻകുട്ടി ചെട്ടിയാറുടെ മകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും ആശുപത്രിയിലായിരുന്നു. ഈ അവസരം നോക്കിയാണ് ശിവൻകുട്ടിയുടെ കൂടെ വീട്ടിലുണ്ടായിരുന്ന 13 വയസ്സുകാരി പേരക്കുട്ടി കൊടും ക്രൂരതയ്ക്ക് പദ്ധതിയിട്ടത്. വീട്ടിൽ സ്വർണവും പണവും സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരം പെൺകുട്ടി തന്റെ ആൺ സുഹൃത്തുക്കൾക്ക് ചോർത്തി നൽകി. ശനിയാഴ്ച രാത്രിയാണ് കൊല്ലം പരവൂർ നെടുങ്കോലം സ്വദേശികളായ 3 കൗമാരക്കാർ കരുവാറ്റയിലെ ഈ വീട്ടിലേക്ക് എത്തിയത്. വീടിന്റെ പിൻവശത്തെ ഷീറ്റ് പൊളിച്ചുകൊണ്ടാണ് ഇവർ അതീവ പ്രൊഫഷണലായ രീതിയിൽ അകത്തേക്ക് പ്രവേശിച്ചത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ശിവൻകുട്ടിയെ ഇവർ ബലമായി കീഴ്പ്പെടുത്തി. വീട്ടിലെ കിടക്കവരികൾ തന്നെ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും പിന്നിലേക്ക് വലിച്ചു കെട്ടി. തുടർന്ന് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ക്രൂരമായി ശ്വാസം മുട്ടിച്ചാണ് ഇവർ വയോധികനെ കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിനു ശേഷം വീട്ടിലെ അലമാരകൾ തല്ലിപ്പൊളിച്ച് സ്വർണവും പണവും കവർന്നു. ഒടുവിൽ പോലീസ് നായ്ക്കളും വിരലടയാള വിദഗ്ധരും തെളിവ് കണ്ടെത്താതിരിക്കാൻ മുറിയിലാകെ മുളകുപൊടി വിതറിയാണ് ഇവർ രക്ഷപ്പെട്ടത്. കേവലം ആഡംബര മോഹങ്ങളാണ് ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ. 13-കാരിയായ പെൺകുട്ടിക്ക് പുതിയ ഐഫോൺ വാങ്ങാനും കൂടെ ഉണ്ടായിരുന്ന കൗമാരക്കാർക്ക് പുതിയ ആഡംബര ബൈക്ക് വാങ്ങാനുമായിരുന്നു ഇവർ ഈ കൊലപാതകം നടത്തിയത്. ഇതിലും ഭീകരമായ കാര്യം, ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് ഈ കൗമാരക്കാർ ഫോൺ വഴി ദൃശ്യങ്ങൾ ഈ 8ാം ക്ലാസ്സുകാരിക്ക് വീഡിയോ കോളിലൂടെ ലൈവായി കാണിച്ചു കൊടുത്തു എന്നതാണ്. 2 ദിവസമായി വീട് പൂട്ടിക്കിടക്കുകയാണെന്ന് പിന്നീട് നാട്ടുകാരോട് പറഞ്ഞത് ഇതേ പെൺകുട്ടി തന്നെയാണ്. നാട്ടുകാർ എത്തി നോക്കിയപ്പോഴാണ് നഗ്നനാക്കി കെട്ടിയിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ സ്പോട്ടിലെ വിവരങ്ങളും സൈബർ സെല്ലിന്റെ സഹായവുമാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകം നടന്ന സമയത്ത് കുട്ടികളുടെ ഫോണുകൾ തമ്മിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി പോലീസ് കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ കുട്ടികളുടെ മൊഴികളിലെ വൈരുദ്ധ്യം കൂടിയായപ്പോൾ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. റേഞ്ച് DIG യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് അന്വേഷണം നടത്തുന്നത്. മൃതദേഹം ഇപ്പോൾ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലാണ്. ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കും. കസ്റ്റഡിയിലുള്ള 8ാം ക്ലാസ്സുകാരി അടക്കം 4 കൗമാരക്കാരെയും വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് ഉന്നത പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രതികൾക്ക് പ്രായപൂർത്തിയാക്കാത്തതിനാൽ സാധാരണ കോടതിക്ക് പകരം പ്രത്യേക നിയമ സംവിധാനത്തിലൂടെ മാത്രമായിരിക്കും തുടർ നടപടികൾ. കേവലം ഒരു മോഷണത്തിനപ്പുറം ഡിജിറ്റൽ ലഹരിയും കൗമാര കുറ്റവാസനയും എങ്ങനെയൊരു മനുഷ്യജീവൻ എടുത്തു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പുതിയ കണ്ടെത്തലുകൾ. കരുവാറ്റ കേസിൽ ഹരിപ്പാട് പോലീസിനെ തുടക്കത്തിൽ കുഴപ്പിച്ചത് ഈ പ്രതികൾ അവലംബിച്ച പ്രൊഫഷണൽ രീതികൾ തന്നെയാണ്. എന്നാൽ കുറ്റവാളികൾ എത്ര ബുദ്ധിയുള്ളവരായിരുന്നാലും ഒരു തെളിവ് ബാക്കി വെക്കുമെന്ന നിയമം ഇവിടെ ആവർത്തിച്ചു. ഈ കേസിന്റെ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാന വഴിത്തിരിവായത് സിഗ്നൽ ട്രാക്കിംഗും ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയുമാണ്. സംഭവസ്ഥലത്ത് എറണാകുളം റേഞ്ച് DIG യതീഷ് ചന്ദ്രയുടെയും SP TK വിഷ്ണു പ്രദീപിന്റെയും നേതൃത്വത്തിലുള്ള വലിയ സംഘമാണ് പരിശോധന നടത്തിയത്. പോലീസ് നായ മണം പിടിച്ചോടിയത് വാടക വീടിന് മുൻവശത്തായി ശിവൻകുട്ടി തന്റെ മക്കൾക്കായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിലേക്കാണ്. അവിടെയാണ് പ്രതികൾ കൊലപാതകത്തിന് മുൻപ് ഒളിച്ചിരുന്നതും കൃത്യത്തിനു ശേഷം തെളിവുകൾ പങ്കിട്ടതെന്നുമാണ് പോലീസ് കരുതുന്നത്. അതുപോലെ തന്നെ വീടിന്റെ അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന മുളക് പൊടിയാണ് പ്രതികൾ മുറികളിൽ വിതറാൻ ഉപയോഗിച്ചതെന്ന് ശാസ്ത്രീയ അന്വേഷണ സംഘവും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പ്രതികൾക്ക് ഈ വീടിന്റെ ഉള്ളറകളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. രാത്രിയിൽ ശിവൻകുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ ശൗചാലയത്തിന്റെ ചെറിയ വെന്റിലേറ്റർ ഇളക്കി മാറ്റിയാണ് 3 പ്രതികൾ അകത്തു കടന്നത്. സ്വന്തം മുത്തച്ഛൻ ക്രൂരമായി കൊല്ലപ്പെട്ട് വിവസ്ത്രനാക്കപ്പെട്ട് കിടക്കവിരിയിൽ കെട്ടിയിട്ട നിലയിൽ കിടക്കുന്നത് കണ്ടിട്ടും ഈ 8ാം ക്ലാസ്സുകാരിൽ ഒരു ഭയമോ വിഷമമോ ഉണ്ടായില്ല. പകരം തനിക്ക് സ്കൂളിൽ പരീക്ഷയുണ്ടെന്നും അതിനായി ഉടൻ പോകണമെന്നുമാണ് ഈ കുട്ടി വാശി പിടിച്ചത്. ഈ അസ്വാഭാവിക പെരുമാറ്റമാണ് ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനും സംഘത്തിനും സംശയമുണ്ടാക്കിയത്. തുടർന്ന് കുട്ടിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ കൊലപാതകം നടന്ന രാത്രിയിൽ കൊല്ലം പരവൂർ സ്വദേശികളായ 3 കുട്ടികളുമായി ഇവർ ഇൻസ്റ്റാഗ്രാം വഴിയും വീഡിയോ കോൾ വഴിയും നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി സൈബർ സെൽ കണ്ടെത്തി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മൊഴികൾ പരസ്പരം മാറി മറിയുകയും ഒടുവിൽ ഡിജിറ്റൽ ക്വട്ടേഷന്റെ ക്രൂരമായ കഥ പുറത്തുവരികയും ചെയ്തത്. കേവലം ഒരു ഐഫോണിനും ബൈക്കിനും വേണ്ടി സ്വന്തം മുത്തച്ഛനെ കൊല്ലാൻ ക്വട്ടേഷൻ നൽകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കൗമാരക്കാർ മാറുന്നത് സമൂഹത്തിൽ വലിയ ചർച്ചയാവുകയാണ്. പ്രതികളെല്ലാവരും 18 വയസ്സിന് താഴെ ഉള്ളവരായതിനാൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടികളാണ് ഹരിപ്പാട് പോലീസ് സ്വീകരിക്കുന്നത്. ഇവരെ ഇന്നു തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റും.
ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ ലഹരി മരുന്നുകളുടെ സ്വാധീനമുണ്ടോ അതോ സൈബർ ലോകത്തെ അമിത സ്വാധീനമാണോ പരിശോധിക്കുവാൻ പ്രത്യേക കൗൺസിലിംഗ് സംഘത്തെയും പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. കൗമാരപ്രായത്തിലെ ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ രക്ഷിതാക്കളും സമൂഹവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കരുവാറ്റ സംഭവം നൽകുന്നത്. കരുവാറ്റ മാടപ്പുരയ്ക്കൽ പടിയിറ്റതിൽ ശിവൻകുട്ടിയെ കൊലപ്പെടുത്തുവാൻ ഈ 13-കാരിയെ തയ്യാറാക്കിയത് അതീവ തന്ത്രപരമായ രൂപരേഖകളൊക്കെ തന്നെയാണ്. കൃത്യം നടക്കുമ്പോൾ താൻ സ്ഥലത്തില്ല എന്ന് വരുത്തി തീർക്കുവാനാണ് ഈ കുട്ടി പ്രത്യേകം പദ്ധതിയിട്ടത്. ഈ കേസിലെ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച പോലീസിന് പ്രതികളുടെ ആസൂത്രണ മികവ് കണ്ട് അമ്പരന്നു. ശിവൻകുട്ടിയുടെ മകളെ പ്രസവത്തിനായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഭാര്യയും കൂടെ പോയി. ഈ സമയത്ത് 13 വയസ്സുകാരിയെ പേരക്കുട്ടിയെ മറ്റൊരു ബന്ധുവീട്ടിലേക്കാണ് മാറ്റിയത്. അതായത് കൊലപാതകം നടക്കുന്ന ഞായറാഴ്ച രാത്രി പെൺകുട്ടി മുത്തച്ഛനൊപ്പം വീട്ടിൽ ഉണ്ടായിരുന്നില്ല. താൻ ബന്ധുവീട്ടിലായതിനാൽ തന്റെ മേൽ സംശയം വരില്ലെന്ന് കുട്ടി ഉറപ്പിച്ചു. എന്നാൽ ഈ സമയത്തെല്ലാം കൊല്ലം പരവൂർ സ്വദേശികളായ തന്റെ സുഹൃത്തുക്കളുമായി കുട്ടി നിരന്തരം വീഡിയോ കോളിലായിരുന്നു. ഈ കൗമാരക്കാർ വീടിന്റെ അടുക്കള ഭാഗത്തുള്ള വാതിലിന്റെ താഴത്തെ മേൽഷീറ്റും മുകളിലത്തെ ഗ്രില്ലും തിരിച്ചറിഞ്ഞു. ഗ്രില്ലിന്റെ ഇടയിലൂടെ കൈയിട്ട് അകത്തെ സാക്ഷ്യം മാറ്റിയാണ് 3 പ്രതികളും വീടിനുള്ളിലേക്ക് കടന്നത്. കൃത്യത്തിനു ശേഷം ശിവൻകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മാലയും അലമാരയിലുണ്ടായിരുന്ന 6 പവനോളം സ്വർണവും പണവും കവർന്നു. അതിനുശേഷം ഇവർ വന്ന അതേ അടുക്കള വാതിലിലൂടെ പുറത്തിറങ്ങി ഗ്രില്ലിനിടയിലൂടെ കൈയിട്ട് വാതിൽ പുറത്തുനിന്ന് പൂട്ടിയാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ തനിക്ക് സ്കൂളിൽ പരീക്ഷയുണ്ടെന്ന് പറഞ്ഞ് ബന്ധുവീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടി നേരെ കരുവാറ്റയിലെ ഈ വാടക വീട്ടിലേക്ക് എത്തുകയായിരുന്നു. വീടിന്റെ മുൻവാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ തന്നെ. തുടർന്ന് തനിക്ക് വീട് തുറക്കാൻ കഴിയുന്നില്ലെന്നും മുത്തച്ഛൻ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞ പെൺകുട്ടി തന്നെയാണ് നാട്ടുകാരെ വിളിച്ചുകൂട്ടിയത്. നാട്ടുകാർ എത്തി പരിശോധിച്ചപ്പോഴാണ് ശിവൻകുട്ടിയെ ഡൈനിങ് റൂമിലെ തറയിൽ കൈകാലുകൾ കെട്ടിക്കഴുത്തിൽ സാരിയും തുണികളും മുറുക്കി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സ്വന്തം മുത്തച്ഛൻ ചോരയൊലിപ്പിച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടും ഈ കുട്ടിക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. തനിക്ക് പരീക്ഷ എഴുതുവാൻ പോകണമെന്ന ആവശ്യം തന്നെയാണ് ഈ കുട്ടി അവിടെ ആവർത്തിച്ചത്. ഹരിപ്പാട് പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി ചോദ്യം ചെയ്തപ്പോൾ ഈ കുട്ടിയുടെ സുഹൃത്തുക്കളായ പ്രതികൾ പെൺകുട്ടിയുടെ മുൻ സഹപാഠികളാണെന്ന് വ്യക്തമായി. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ മോഷണവും കൊട്ടേഷനും ആസൂത്രണം ചെയ്തത്. ഈ കേസ് കേരളത്തിലെ രക്ഷകർത്താക്കൾക്ക് നൽകുന്നത് വലിയൊരു മുന്നറിയിപ്പാണ്. കേവലം ഒരു ഐഫോണിനും ബൈക്കിനും വേണ്ടി സോഷ്യൽ മീഡിയ വഴി സൗഹൃദം സ്ഥാപിച്ച് സ്വന്തം കുടുംബത്തിലുള്ളവരെ പോലും ഇല്ലാതാക്കാൻ കൗമാരക്കാർ ഇന്ന് മടിക്കുന്നില്ല. പ്രതികൾ ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ സൈബർ സെൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. പ്രതികൾക്ക് പ്രായപൂർത്തിയാകാത്ത മറ്റു ക്രിമിനലുകളുടെയോ ലഹരി മാഫിയകളുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും ഹരിപ്പാട് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്.